Hello dear aspirants. എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോളജി എന്ന് പറയുന്ന വിഷയത്തിൽ നമ്മൾ സ്പീഷീസ് ഇൻ ന്യൂസ് എന്ന് പറയുന്ന ഒരു സീരീസ് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ സ്പീഷീസ് ഇൻ ന്യൂസിൽ ഇന്ന് നമ്മൾ നോക്കുന്ന സ്പീഷീസ് നെപ്റ്റിസ് ഫിലൈറ എന്ന് പറയുന്ന ഒരു സ്പീഷീസാണ്. അപ്പോൾ ചിത്രത്തിൽ തന്നതുപോലെ ഇതൊരു ബട്ടർഫ്ലൈ ആണ്. അപ്പോൾ നെപ്റ്റിസ് ഫിലൈറ എന്ന് പറയുന്നത് ഒരു ബട്ടർഫ്ലൈ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇതെന്തുകൊണ്ട് കറണ്ട് അഫയേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ബട്ടർഫ്ലൈ സ്പീഷീസ് വാസ് റീസെൻ്റ്ലി ഡിസ്കവേർഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ ഇൻ ടേൽ വാലി വൈൽഡ് ലൈഫ് സാങ്ച്വറി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ബട്ടർഫ്ലൈയെ ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്പോട്ട് ചെയ്തു. അപ്പോൾ സ്പോട്ട് ചെയ്തത് ടേൽ വാലി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ്. അത് അരുണാചൽ പ്രദേശിലാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞു തരാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു ബട്ടർഫ്ലൈ ആണെന്ന് മനസ്സിലാക്കുക. ഇതിനെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഡിസ്കവർ ചെയ്തത്. അപ്പോൾ ഇന്ത്യൻ ഒറിജിൻ അല്ല, ഇന്ത്യയിലുള്ള ഒരു ബട്ടർഫ്ലൈ അല്ല. അപ്പോൾ ഇതെവിടെയാണ് കോമൺ ആയിട്ട് കാണുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ബട്ടർഫ്ലൈ സ്പീഷീസ് ഈസ് ഫൗണ്ട് അക്രോസ് വേരിയസ് റീജിയൻസ് ഓഫ് ഈസ്റ്റ് ഏഷ്യ. പൊതുവെ ഈസ്റ്റ് ഏഷ്യൻ റീജിയൻസിൽ കാണപ്പെടുന്ന ഒരു ബട്ടർഫ്ലൈ ആണിത്, ഇൻക്ലൂഡിങ് ഈസ്റ്റേൺ സൈബീരിയ, കൊറിയ, ജപ്പാൻ ആൻഡ് സെൻട്രൽ ആൻഡ് സൗത്ത് വെസ്റ്റ് ചൈന. അതായത് ജനറലി പറയുകയാണെങ്കിൽ ഈസ്റ്റ് ഏഷ്യൻ റീജിയനിൽ കാണപ്പെടുന്ന ഒരു ബട്ടർഫ്ലൈ ആണിത്. പക്ഷേ ഇതിനാദ്യമായിട്ട് നമ്മൾ അരുണാചൽ പ്രദേശിലെ ടേൽ വാലി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ നമ്മൾ സ്പോട്ട് ചെയ്തു. അതുകൊണ്ടാണ് ഈ ഒരു സ്പീഷീസ് ഇമ്പോർട്ടൻ്റ് ആകുന്നത്. ആൻഡ് ദിസ് ബട്ടർഫ്ലൈ സ്പീഷീസ് ഈസ് ഓൾസോ നോൺ ആസ് ലോങ് സ്ട്രീക്ക് സെയിലർ. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പേരാണ് ലോങ് സ്ട്രീക്ക് സെയിലർ. അപ്പോൾ ലോങ് സ്ട്രീക്ക് സെയിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതേ ബട്ടർഫ്ലൈ തന്നെയാണ് എന്ന് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കുക. ഇനി ഇതിൻ്റെ പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാം. ദ മാർക്കിങ്സ് ഇൻക്ലൂഡ് എ ഹോക്കി സ്റ്റിക്ക് പാറ്റേൺ ഓൺ ദ ഫോർ വിങ്. ഇതിൻ്റെ ഫോർ വിങ്ങിൽ ഒരു ഹോക്കി സ്റ്റിക്ക് പോലുള്ള പാറ്റേൺ ഉണ്ട്. ഇവിടെ നോക്കുക, വൈറ്റ് കളറിലുള്ള ഒരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മുൻ ചിറകുകളിൽ ഫോർ വിങ്ങിൽ ഹോക്കി സ്റ്റിക്ക് പോലുള്ള ഒരു പാറ്റേൺ ഉണ്ട്. അതാണ് ഈ ബട്ടർഫ്ലൈയെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള പ്രധാന മാർക്കിംഗ് എന്ന് പറയുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. ഇനി നമുക്ക് ടേൽ വാലിയെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ദ ടേൽ വാലി വൈൽഡ് ലൈഫ് സാങ്ച്വറി ഈസ് നെയ്മഡ് ആഫ്റ്റർ ദ ടേൽ വാലി വേർ ദ വൈൽഡ് ഒനിയൻ ടേൽ ഈസ് അബണ്ടന്റ്. അപ്പോൾ ടേൽ വാലി വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്നത് അതിന് പേര് വന്നത് ടേൽ വാലിയിൽ നിന്നാണ്. ടേൽ വാലിക്ക് ആ പേര് കിട്ടിയത് അവിടെ ധാരാളമായിട്ട് ടേൽ എന്ന് ലോക്കലി അറിയപ്പെടുന്ന വൈൽഡ് ഒനിയൻസ് ഒരുപാടുള്ള ഏരിയ ആയതുകൊണ്ടാണ് ആ വാലി ടേൽ വാലി എന്നറിയപ്പെടുക. പിന്നീട് അതിൽ നിന്ന് ടേൽ വാലി വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നുള്ള പേര് കിട്ടി. ദിസ് ടേൽ വാലി വൈൽഡ് ലൈഫ് സാങ്ച്വറി ഈസ് ലൊക്കേറ്റഡ് നിയർ ദ അപ്പത്താണി കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് ഓഫ് അരുണാചൽ പ്രദേശ്. അപ്പോൾ അരുണാചൽ പ്രദേശിലെ ഒരു ഇമ്പോർട്ടൻ്റ് ട്രൈബാണ് അപ്പത്താണി ട്രൈബ്സ്. അപ്പോൾ അപ്പത്താണി ട്രൈബ്സ് എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല തവണ ന്യൂസിൽ കവർ ചെയ്തിട്ടുള്ള ഒരു ട്രൈബാണ്. പ്രത്യേകിച്ച് പർട്ടിക്കുലർലി അവരുടെ ഫാമിംഗ് കൾച്ചർ, അക്വാ കൾച്ചറൊക്കെ വളരെ തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് റൈസ് ഫീൽഡിൽ തന്നെ അവർ മത്സ്യകൃഷി, അതായത് ഫിഷ് റൈസ് കോമ്പിനേഷൻ്റെ ഒരു ഫാമിംഗ്, ഒരു അക്വാ കൾച്ചറൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ട്രൈബാണ് അപ്പത്താണി ട്രൈബ് എന്ന് പറയുന്നത്. അപ്പോൾ അപ്പത്താണി ട്രൈബ്സിൻ്റെ ആ ഏരിയയുടെ വളരെ അടുത്ത് കിടക്കുന്ന ഒരു വാലിയാണ് ഈ പറയുന്ന ടേൽ വാലി. അവിടെ ഉള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് നമ്മൾ ടേൽ വാലി വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുക. ഇനി അരുണാചൽ പ്രദേശിലാണെന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഹിമാലയൻ പോർഷൻസ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഫ്ലോറയും ഫോനയ്ക്കും ഒക്കെ അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ദ ലാൻഡ്സ്കേപ്പ് ഇൻക്ലൂഡ്സ് സബ് ട്രോപ്പിക്കൽ ആൻഡ് ആൽപൈൻ ഫ്ലോറ. ശ്രദ്ധിക്കുക, സബ് ട്രോപ്പിക്കലും ആൽപൈനുമായിട്ടുള്ള ഫ്ലോറ നമുക്കവിടെ കാണാൻ കഴിയും. ലൈക്ക് സിൽവർ ഫിർ ട്രീസ്, ഓർക്കിഡ്സ്, ബാംബൂസ്, റൊഡൻഡ്രോൺസ് എക്സെട്ര. അപ്പോൾ ഈ ഫിറും ഓർക്കിഡ്സും റൊഡൻഡ്രോൺസും ഒക്കെ പൊതുവെ ആൽപൈൻ ഫ്ലോറയിൽ കാണുന്ന. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന ടേൽ വാലി വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്നത് അവിടെ ഒരു സബ് ട്രോപ്പിക്കലും ആൽപൈനും ഒക്കെ ആയിട്ടുള്ള മിക്സഡാണ്. സബ് ട്രോപ്പിക്കൽ ആയിട്ടുള്ള ഫ്ലോറയും ഉണ്ട്, അതുകൂടാതെ ഒരുപാട് ആൽപൈൻ ഫ്ലോറയും നമുക്ക് കാണാൻ കഴിയും. ലൈക്ക് ഫിർ, ഓർക്കിഡ്സ്, റൊഡൻഡ്രോൺസ് എക്സെട്ര. അതുപോലെ തന്നെ അവിടുത്തെ ഫൗനയ്ക്കും അതിൻ്റെതായ പ്രത്യേകതയുണ്ട്. വി ക്യാൻ ദ ഫൗന ഇൻക്ലൂഡ് ക്ലൗഡഡ് ലെപ്പേർഡ്, ഹിമാലയൻ സ്ക്വിറൽ, ഹിമാലയൻ ബ്ലാക്ക് ബിയർ എക്സെട്ര. അപ്പോൾ ഇതെല്ലാം ആ ഒരു മഞ്ഞിൽ, സ്നോയിൽ ജീവിക്കാൻ അഡാപ്റ്റേഷൻസ് ഉള്ള ചില മൃഗങ്ങളാണ് അവിടുത്തെ ഫൗന.
ക്ലൗഡഡ് ലെപ്പേഡ് ആവട്ടെ, ഹിമാലയൻ സ്ക്വിറൽ ആവട്ടെ, ഹിമാലയൻ ബ്ലാക്ക് ബിയർ ആവട്ടെ, അങ്ങനെ പ്രത്യേകതകളുള്ള ഒരുപാട് ഫ്ലോറയും ഫോനയും നമുക്ക് ഈ പറയുന്ന ടേൽ വാലി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ കണ്ടെത്തുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ വീഡിയോ ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് കരുതുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് തക്ഷശില IAS അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ സ്വിച്ച് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു. തക്ഷശില IAS അക്കാഡമി. Aspire, enroll, achieve.